പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. 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 അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരിലേക്കും ദൈവകൃപ ഈ ശുശ്രൂഷയിലൂടെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിലൂടെ ദൈവം അനേകർക്ക് അഭിഷേകവും വിടുതലും സൗഖ്യങ്ങളും എല്ലാം നൽകിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന് നമുക്ക് നന്ദി പറയാം. നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്ന് പാട്ടൊക്കെ പാടി ദൈവത്തെ ആരാധിച്ച്, ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ച് വചനം ശ്രവിക്കാം. ഇപ്പം നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങൾ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതിശക്തമായ അഭിഷേകം നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ തടസ്സങ്ങൾ മാറാൻ ദൈവം ഇന്ന് ഇറങ്ങി വരണം. പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ബന്ധനങ്ങൾ അഴിക്കും. കർത്താവ് നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യപ്പെടുത്തും. ഇതാ കർത്താവിന്റെ അഭിഷേകം വ്യാപരിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ശക്തമായ അഭിഷേകം നൽകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കരമടിച്ച് പോരാ, ശക്തിയോടെ പാടുന്നു. എനിക്കായി എന്റെ ദൈവം വഴി തുറക്കും, ചെങ്കടലിൽ മീതെ വഴി തുറക്കും. ഓ അഭിഷേകം. എനിക്കായി എന്റെ ദൈവം വഴി തുറക്കും, ചെങ്കടലിൽ മീതെ വഴി തുറക്കും. അവൻ തുറന്നാലാരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാലാരും തുറക്കുകയില്ല. അവൻ തുറന്നാലാരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാലാരും തുറക്കുകയില്ല. എനിക്കായി എന്റെ ദൈവം വഴി തുറക്കും, ചെങ്കടലിൽ മീതെ വഴി തുറക്കും.
എനിക്കായി എൻ്റെ ദൈവം വഴി തുറക്കും, ചെങ്കടലിൻ മീതെ വഴി തുറക്കും. കരങ്ങൾ ഇരു സൈഡിലേക്ക് കരങ്ങൾ അടിച്ച് പാടി ആരാധിക്കുക. കൂട്ടം കൂട്ടമായി പാടട്ടെ. മാതാപിതാക്കളും മക്കളും തോളോട് ചേർന്ന് പാടി ആരാധിക്കുന്ന സമയത്ത് സ്വർഗ്ഗം തുറന്ന് ദൈവാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കുന്നു. തടസ്സങ്ങൾ മാറട്ടെ. എനിക്കു മുൻപേ അവൻ പോയിടുന്നു, മലകൾ കുന്നുകൾ നിരപ്പാക്കുന്നു. എനിക്കു മുൻപേ അവൻ പോയിടുന്നു, മലകൾ കുന്നുകൾ നിരപ്പാക്കുന്നു. വിച്ചളവാതിലുകൾ തകർത്തിടുന്നു, ഇരുമ്പോടാമ്പലുകൾ ഓടിച്ചിടുന്നു. വിച്ചളവാതിലുകൾ തകർത്തിടുന്നു, ഇരുമ്പോടാമ്പലുകൾ ഓടിച്ചിടുന്നു. എനിക്കായി എൻ്റെ ദൈവം വഴി തുറക്കും, ചെങ്കടലിൻ മീതെ വഴി തുറക്കും. എനിക്കായി എൻ്റെ ദൈവം വഴി തുറക്കും, ചെങ്കടലിൻ മീതെ വഴി തുറക്കും. അവൻ തുറന്നാലാരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാലാരും തുറക്കുകയില്ല. അവൻ തുറന്നാലാരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാലാരും തുറക്കുകയില്ല. എനിക്കായി വഴി തുറക്കും, ചെങ്കടലിൻ മീതെ വഴി തുറക്കും. എനിക്കായി എൻ്റെ ദൈവം വഴി തുറക്കും, ചെങ്കടലിൻ മീതെ വഴി തുറക്കും. തകർന്നവനോ നീ തകർന്നവനോ ഇറങ്ങി വരും നിന്റെ ദൈവം. തകർന്നിടത്ത് തന്നെ നിന്നെ ഉയർത്തും നിന്റെ കർത്താവിന്ന് യേശു കർത്താവിൻ കർത്താവിന്ന് യേശു കർത്താവ്. തകർന്നവനോ നീ തകർന്നവനോ ഇറങ്ങി വരും നിന്റെ ദൈവം. തകർന്നിടത്ത് തന്നെ നിന്നെ ഉയർത്തും കർത്താവിന്ന് യേശു കർത്താവിൻ കർത്താവിന്ന് യേശു കർത്താവിൻ. എനിക്കായി എൻ്റെ ദൈവം വഴി തുറക്കും, ചെങ്കടലിൻ മീതെ വഴി തുറക്കും. എനിക്കായി എൻ്റെ ദൈവം വഴി തുറക്കും, ചെങ്കടലിൻ മീതെ വഴി തുറക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓരൊക്കെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോ. യേശുവേ യേശുവേ യേശുവേ. കരങ്ങൾക്ക് ഊപ്പി കണ്ണുകളടച്ച് എനിക്കായി എൻ്റെ ദൈവം വഴി തുറക്കും, ചെങ്കടലിൻ മീതെ വഴി തുറക്കും. കർത്താവ് വഴി തുറക്കട്ടെ. എനിക്കായി എൻ്റെ ദൈവം വഴി തുറക്കും, ചെങ്കടലിൻ മീതെ വഴി തുറക്കും. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും യോഗങ്ങളും സമർപ്പിച്ച് നമുക്ക് ആയിരിക്കാം. കർത്താവ് ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശാന്തമായി നമുക്ക് കസാരയിലേക്ക് ഇരുന്ന് വചനം കേൾക്കാം. ഈശോ തരുന്ന സന്ദേശം അത് ഹൃദയം തുറന്ന് സ്വീകരിക്കുക. ആമേൻ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇപ്രകാരമാണ്: നീ ആ വഴിക്ക് പോകരുത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം 15-ഉം 16-ഉം തിരുലിഖിതങ്ങൾ. Proverbs chapter 1 verse 15 and 16. മകനെ, നീ ആ വഴിക്ക് പോകരുത്. അവരുടെ മാർഗത്തിൽ നീ ഒഴിഞ്ഞു മാറുക. അവരുടെ പാദങ്ങൾ തിന്മയിലേക്ക് പായുന്നു, ചോര ചിന്താൻ വെമ്പൽ കൊള്ളുന്നു. ചോര ചിന്താൻ വെമ്പൽ കൊള്ളുന്നു. അതുകൊണ്ട് നീ ആ വഴിക്ക് പോകരുത്. ഇന്ന് കർത്താവ് നൽകുന്ന സന്ദേശമാണ്: നീ ആ വഴിക്ക് പോകരുത്. അത് അവിടെ തിന്മ പതിയിരിക്കുന്നു, അവിടെ അപകടമുണ്ട്. ആ വഴിക്ക് പോകരുത്. ഒരു വഴിയിൽ നമ്മൾ തകർന്നു പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തകരുന്ന, നമ്മുടെ ജീവന് ഏതെങ്കിലും തരത്തിൽ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന, ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ജീവന്
അപകട സമയം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ വഴിക്ക് പോകില്ല. അത് തന്നെയാണ് കർത്താവ് പറയുന്നത്. ഇതാ അവിടെ പോകരുത്, ആ വീട്ടിൽ പോകരുത്, ആ സ്ഥലത്ത് പോകരുത്, ആ കൂട്ടുകാരുമായി ചേരരുത്. ഇത് കർത്താവ് പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ ഇതിന് ബെസ്റ്റ് ഒരു ഉദാഹരണമുണ്ട്. സംഖ്യയുടെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ നമ്മളൊരു സംഭവം കാണുന്നുണ്ട്. ആ സംഭവം ഇങ്ങനെയാണ്. ഇസ്രായേൽ ജനം കാനാൻ ദേശം ലക്ഷ്യം വെച്ച് അവർ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാണെന്നറിയാമോ? മൊബാബിയരുടെ ദേശത്താണ്. അപ്പം മൊബാബ് ദേശത്തെ രാജാവായ ബാലാക്കും ഇത് കണ്ടു. ഒത്തിരി സൈന്യങ്ങൾ അംഗബലം കൊണ്ട് ഇസ്രായേൽ ജനം മുന്നിട്ട് നിൽക്കുകയാണ്. മൊബാബുകാർ വളരെ ചെറിയൊരു സമൂഹം. അപ്പോൾ എന്ത് ചെയ്തു? ഈ ബാലാക്കിന് ഭയമായി. ബാലാക്ക് തൻ്റെ പ്രമാണിമാരെ വിളിച്ചിട്ട് അവരോട് പറയാണ്, നിങ്ങൾ പോയി എന്ത് ചെയ്യണം? ഇപ്പോൾ നമ്മുടെ ദേശത്ത് അറിയപ്പെടുന്നൊരു പ്രവാചകനുണ്ട്, ആ പ്രവാചകൻ്റെ അടുത്ത് ചെന്നാൽ അവനെ കൊണ്ടുവന്ന് ജനത്തെ ശപിക്കുക. അങ്ങനെ അവരുടെ ജനത്തെ ശപിക്കുമ്പോൾ ആ ശാപമേറ്റ് അവർ തകർന്നു പൊക്കോളും. അങ്ങനെ പ്രമാണിമാർ ബാലാം എന്ന് പറയുന്ന ദൈവ പൈതലിൻ്റെ അടുത്ത്, പ്രവാചകൻ്റെ അടുത്ത് ചെല്ലും. പ്രവാചകൻ അവരെ സ്വീകരിക്കും. എന്നിട്ട് പറയാണ്, ഈ രാത്രിയിൽ നിങ്ങൾ ഇവിടെ തങ്ങുക. അങ്ങനെ അപ്പോൾ എന്നോട് കർത്താവ് സംസാരിക്കും. കർത്താവ് എന്നോട് സംസാരിച്ചിട്ട് പോകാൻ പറയുകയാണെങ്കിൽ ഞാൻ വരും. അങ്ങനെ ആ രാത്രിയിൽ അവരവിടെ താമസിക്കും. രാത്രിയിൽ ദൈവം ബാലാമിനോട് സംസാരിക്കും. നീ ആ ദേശത്ത് പോകരുത്, ആ ജനത്തെ കാണരുത്, അവരെ ശപിക്കരുത്, ഇതെനിക്ക് ഇഷ്ടമല്ല. ബാലാം രാവിലെ എഴുന്നേറ്റ് പ്രമാണിമാരെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ ക്ഷമിക്കണം, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ കൂടെ വരരുത്, ജനത്തെ ശപിക്കരുത്. അങ്ങനെ അവർ തിരിച്ചു നിന്ന് ബാലാക്കിനോട് പറയാണ്, അവർ വരില്ല. ബാലാക്ക് എന്ത് ചെയ്തു? പിന്മാറിയില്ല. വീണ്ടും അതിൽ ശക്തമായ പ്രമാണിമാർ, കൂടുതൽ സ്വാധീനമുള്ള പ്രമാണിമാർ, അവരുടെ കയ്യിൽ പണം, അധികാരങ്ങൾ ഇങ്ങനെയൊക്കെ കൊടുക്കാം, സ്വർണം കൊടുക്കാം, അധികാരം നൽകാം, ഒത്തിരിയേറെ ഓഫറിങ് കൊടുത്ത് അവരെ വിടുകയാണ്. അത് കാണുമ്പോൾ ബാലാം പ്രവാചകൻ ദൈവം പറഞ്ഞ വാക്ക് മറന്നിട്ട് പറയാണ്, ഈ രാത്രിയിൽ നിങ്ങൾ ഇവിടെ താമസിക്കുക, നാളെ ഞാൻ നിങ്ങളോട് കാര്യം പറയാം. ആ രാത്രിയിലും ദൈവം ബാലാമിനോട് പറയുന്നുണ്ട്, നീ പോകരുത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാലാം ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ അവൻ കഴുതയ്ക്ക് ജീനിയിട്ട് യാത്ര തുടരും. ദൈവത്തിൻ്റെ കോപം ജ്വലിക്കും. സംഖ്യയുടെ പുസ്തകത്തിൽ 22-ാം അധ്യായം അത് 22-ാമത്തെ തിരുലിഖിതം. അവൻ പോയത് കൊണ്ട് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. അങ്ങനെ അത് വകവെക്കാതെ മുമ്പോട്ട് പോയ ബാലാം പ്രവാചകൻ്റെ കഴുത വഴിയിൽ നിന്ന് എടുത്ത് വയലിലേക്ക് ചാടും. ബാലാം അതിനെ അടിക്കും. അപ്പോൾ കഴുത വീണ്ടും പുറകോട്ട് വീണ്ടും അടിക്കും. അപ്പോൾ കഴുത അവിടെ കിടക്കും. നിലത്ത് കിടക്കുന്ന കഴുതക്കിട്ട് വീണ്ടും അടിക്കും. അപ്പോൾ ബാലാമിൻ്റെ കഴുതയ്ക്ക് ദൈവം സംസാര ശക്തി കൊടുക്കും. ആ ബാലാമിൻ്റെ കഴുത സംസാരിക്കുകയാണെന്ന് സംഖ്യയുടെ പുസ്തകത്തിൽ 22-ാം അധ്യായം 28, നമ്പേഴ്സ് 22-28. കർത്താവ് കഴുതയ്ക്ക് സംസാര ശക്തി നൽകി. 3 പ്രാവശ്യം എന്നെ അടിക്കാൻ ഞാൻ നിന്നോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? 3 പ്രാവശ്യം നീ എന്നെ അടിക്കാൻ ഞാൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു? കഴുത ചോദിക്കുക. അപ്പോൾ ബാലാം തിരിച്ച് കഴുതയോട് മറുപടി പറയാണ്. സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായം 29-ാമത്തെ ലിഖിതം. ബാലാം കഴുതയോട് പറഞ്ഞു, നീ എന്നെ അവഹേളിച്ചു, വാളുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമായിരുന്നു. അത്രയേറെ കലിപ്പ്. കഴുത ചോദിച്ചു, ഞാൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു? അവൻ പറയാം, നീ എന്നെ അവഹേളിച്ചു, എനിക്ക് നാണക്കേടുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ കഴുത സംസാരിക്കുകയാണ്. 22-ാം അധ്യായത്തിൽ 30-ാമത്തെ ലിഖിതം, നമ്പേഴ്സ് 22-30. കഴുത വീണ്ടും തിരിച്ച് സംസാരിക്കുകയാണ്. കഴുത ബാലാമിനോട് ചോദിച്ചു, ഇന്ന് വരെ നീ സഞ്ചരിച്ചിരുന്ന നിന്റെ കഴുതയല്ലേ ഞാൻ? ഇതിനു മുമ്പ് ഒരിക്കലെങ്കിലും നിന്നോട് ഞാൻ എങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടോ? ബാലാം പറഞ്ഞു സമ്മതിച്ചു, ഇല്ല. പിന്നെ നീ എന്തിനു ഇത് ചെയ്തു? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ബാലാമിൻ്റെ കണ്ണിന് ദൈവം കാഴ്ചശക്തി കൊടുക്കുകയാണ്. അവൻ കാണുകയാണ് എന്തുകൊണ്ടാണ് കഴുത മുമ്പോട്ട് പോകാതെ വലത്തേക്ക് ചാടിയത്. ഇതാ കഴുതയുടെ മുമ്പിൽ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ഒരു ദൈവദൂതൻ. ആ ദൈവദൂതനെ കണ്ടിട്ടാണ് കഴുത ഭയന്ന് വിളിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ ബാലാം പൊട്ടിക്കരയാണ്.
ബാലാനോട് പറഞ്ഞു, നീ ഇത് ചെയ്ത് ശരിയായില്ല, എൻ്റെ വാക്ക് കേൾക്കാതെ നീ ആ വഴിക്ക് പോയത് കൊണ്ട് ഞാൻ. എന്നിട്ട് ദൂതൻ പറയുന്നുണ്ട്, ദൂതൻ പറയുന്നുണ്ട്, നീ മുമ്പോട്ടെങ്ങാനും വന്ന് കഴുത വീണ് ഇതുകൊണ്ട് നീ രക്ഷപ്പെട്ടു, മുമ്പോട്ട് വന്നിരുന്നെങ്കിൽ എൻ്റെ കയ്യിലിരുന്ന വാള് നിൻ്റെ കഴുത്തിൽ പതിയുമായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാലാമിൻ്റെ ഹൃദയം അലിഞ്ഞു. ബാലാം പൊട്ടിക്കരയാണ്. അപ്പോൾ ബാലാം പറയാണ്, ബാലാം പൊട്ടിക്കരഞ്ഞ്, ഞാൻ പാപം ചെയ്തു പോയി, എനിക്ക് തെറ്റുപറ്റിപ്പോയി. സംഖ്യയുടെ പുസ്തകത്തിൽ 22-ാം അധ്യായം 34-ാമത്തെ ലിഖിതം. അപ്പോൾ ബാലാം കർത്താവിൻ്റെ ദൂതനോട് പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി, അങ്ങ് എനിക്കെതിരെ വഴിയിൽ നിന്നത് ഞാൻ അറിഞ്ഞില്ല. അങ്ങയുടെ ദൃഷ്ടിയിൽ തിന്മയെങ്കിൽ ഞാൻ തിരിച്ചു പൊക്കോളാം, അങ്ങയുടെ ദൃഷ്ടിയിൽ തിന്മയെങ്കിൽ ഞാൻ തിരിച്ചു പൊക്കോളാം. അവൻ പൊട്ടിക്കരഞ്ഞു. ഇത് തന്നെയാണ് കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം. ഇന്ന വഴിയെ പോകരുത്, ഇന്നത് ചെയ്യരുത്. എന്താ, ഞായറാഴ്ച പള്ളിയിൽ പോകണം, അന്ന് ബിസിനസ് ചെയ്യാനുള്ള സമയമല്ല. ഞായറാഴ്ച തോന്നിവാസ പ്രവർത്തികൾ ചെയ്യാനുള്ള സമയമല്ല. അന്ന് മദ്യപിക്കാനോ കൂട്ടുകാരോട് കൂടാനോ അല്ല സമയമല്ല. അന്ന് പ്രാർത്ഥനയ്ക്കും ദൈവിക കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ച ദിവസം. ദൈവവചനം പറയാണ്, നീ വ്യഭിചാരം ചെയ്യരുത്, ആ വഴി ചെയ്യാനുള്ള വഴിക്ക് നീ പോകരുത്, നീ മദ്യപിക്കരുത്. നീ ഇങ്ങനെ പല കാര്യങ്ങൾ ദൈവ പൈതലിനോട് ദൈവം പറയുന്നുണ്ട്. ഇതല്ല നിൻ്റെ വഴി. സൽമാർഗത്തിൽ സഞ്ചരിക്കുക, നല്ല മാർഗത്തിൽ സഞ്ചരിക്കുക, അശുദ്ധിയുടെ വഴിയെ പോകരുത്. ഇത് പലരിലൂടെ, ചിലപ്പം ഗുരുക്കന്മാരായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് പലരും നമുക്ക് താക്കീതായിട്ടും അത് ഉപദേശമായിട്ട് നമുക്ക് തരും. പക്ഷെ നമ്മൾ സ്വീകരിക്കില്ല. അത് ദൈവത്തിൻ്റെ വാക്കുകളാണ്. നമുക്ക് തിരിച്ചറിവ് കിട്ടണം. യെശയ്യാ പ്രവചനത്തിൽ 30-ാം അധ്യായം അതിൽ 21-ാമത്തെ ലിഖിതം, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകളുടെ പിന്നിൽ നിന്നൊരു സ്വരം ശ്രമിക്കും, ഇതാണ് വഴി, ഇതിലേ പോകുക, ഇതാണ് വഴി, ഇതിലേ പോകുക. ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ദൈവം പറഞ്ഞ വാക്ക് കേട്ട് അനുസരിച്ച അപ്പോൾ തന്നെ ദൈവം പ്രവർത്തിക്കും. ഇപ്പം ഞാനൊരു സാക്ഷ്യം കാണിച്ചു തരാം. ദൈവം പറഞ്ഞു, നിൻ്റെ കടയിൽ ഇതാ ലഹരി വസ്തുക്കളുണ്ട്, അത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല, കർത്താവ് അത് ആഗ്രഹിക്കുന്നില്ല. ആ മനുഷ്യൻ ഒരു ചെറിയ കടയാണെങ്കിലും അതെടുത്ത് കത്തിച്ച് കളഞ്ഞു. നീ ഞായറാഴ്ച കട തുറക്കുന്നത് എനിക്കിഷ്ടമല്ല, അല്ലെങ്കിൽ അത് ദൈവഹിതമല്ല, അത് പരിശുദ്ധാത്മ പ്രവൃത്തിയല്ല, തുറക്കരുത്. ആ കട അടച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പാവപ്പെട്ട മനുഷ്യനെ ദൈവം ആ കാര്യം അനുസരിച്ച് ഒറ്റ കാര്യം കൊണ്ട് തന്നെ ദൈവം അഭിഷേകം ചെയ്തു. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ആൻ്റണി. ഞാൻ കോതാനം രൂപതയിൽ കുളപ്പുറം ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്കുണ്ടായ അനുഭവം, ഒരു 3 മാസം മുമ്പ് ഞങ്ങളുടെ ഫൊറോനാപ്പള്ളിയിൽ പൈങ്ങോട്ടൂർ ഇടവകയിൽ സാംസൺ അച്ഛൻ്റെ ഒരു സുവിശേഷ കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഫാദർ സാംസൺ. ഞാൻ അതിൽ പങ്കെടുത്തു. ഞാൻ പങ്കെടുക്കുമ്പോൾ എനിക്ക് നല്ല സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു. എൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി ഒരു വ്യക്തി എനിക്ക് 2,47,000 രൂപ വായ്പ തന്നിരുന്നു. 6 മാസം കൂടുമ്പോഴേ അയാൾ നാട്ടിൽ വരുവുള്ളൂ. 2 പ്രാവശ്യം വന്നു, 3ാമത്തെ പ്രാവശ്യം വരുമ്പോഴെങ്കിലും പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇതിനിടയിൽ ഞാൻ ഈ പ്രസംഗം കേൾക്കുമ്പോൾ ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന വിൽസൻ്റെ ബ്രദർ ഒരു സാക്ഷ്യം പറയുകയുണ്ടായി. അയാളുടെ ബിസിനസ് എങ്ങനെ നശിച്ചു എന്നും വീണ്ടും എങ്ങനെ നന്നായി എന്നും അപ്പോൾ ഉള്ളൊരു സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞായറാഴ്ച ദിവസങ്ങളിൽ കമ്പനി തുറക്കുമായിരുന്നു. കമ്പനിയിൽ അല്പം മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു, ലഹരി വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും സാമ്പത്തികമൊന്നും ഉണ്ടായി, ഇപ്പോൾ നല്ല സ്ഥിതിയിൽ ഓടുന്നു എന്ന് പറഞ്ഞു. ഞായറാഴ്ച പുതിയത് ആദ്യം മദ്യപാനവും പിന്നെ ഇത്തിരി സാധനം വെള്ളടിയും അല്ലേ, അതൊക്കെ ആദ്യത്തെ കാലം. അപ്പോഴാണ് വചനം കേട്ട് കഴിഞ്ഞപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ച് ഞായറാഴ്ച വർക്ക് നിർത്തി, പിന്നെ വെള്ളടി നിർത്തി, പിന്നെ കർത്താവിന് 1-ാം സ്ഥാനം കൊടുത്തു. പിന്നെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച എല്ലാം കർത്താവിനെ ഏൽപ്പിച്ചിട്ട് ഇവിടെ വന്നിരിക്കും. അങ്ങനെ കർത്താവിന് 1-ാം സ്ഥാനം കൊടുത്ത് പിന്നെ രണ്ടാമതൊരു ചെറിയ ബിസിനസ് തുടങ്ങി. അങ്ങനെ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെന്ന് തോന്നി, നല്ല ഉയർച്ച ദൈവം കൊടുത്തു അല്ലേ. എനിക്കും കടബാധ്യതയുണ്ടല്ലോ, എനിക്കൊരു ചെറിയ കടയുണ്ട്, ഞായറാഴ്ച ദിവസം ഇനി കട തുറക്കണ്ട എന്ന് വിചാരിച്ചു. എന്നാൽ ഏറ്റവും കൂടുതൽ കച്ചവടമുള്ള ദിവസം ഞായറാഴ്ച ആയിരുന്നു. അത് പ്രത്യേക സാധനമാണ്. അപ്പം ഞാൻ തേനിട്ടിട്ട് ഈച്ചനെ പിടിക്കുന്ന മാതിരിയാണ്. അതുകൊണ്ട് ഞായറാഴ്ച അങ്ങനെ ഒരു ബഹളമൊക്കെ കാണിക്കും. അപ്പം നമ്മൾ വിചാരിക്കും ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ കച്ചവടമുള്ള ദിവസം. അപ്പം ഞാൻ ഞായറാഴ്ച കച്ചവടം വേണ്ടാന്ന് വെച്ചു. അതിനിടയിൽ പറഞ്ഞു, ലഹരി വസ്തുക്കൾ ഉണ്ടെങ്കിലും നശിപ്പിച്ച് കളയണം, അത് നല്ലതാണെന്ന് പറഞ്ഞു. കുറേ വീഡിയോസ് ഇരിപ്പുണ്ടായിരുന്നു. കടയിലാണോ വീട്ടിലാണോ? കടയിൽ.
കടയിൽ കുറച്ച് ആ കടയിലത്തെ സാധനം എടുത്ത് നശിപ്പിക്കുന്ന സാധനം 10 വർഷമായിട്ട് വീഡിയോ സീറ്റ് വിറ്റുകൊണ്ടിരുന്നതാണ്. എന്ത് ദൈവപിതാ. സംസർച്ചത്തിന് അതിൽ പോകുന്ന സമയത്ത് ഞാനതെടുത്ത് ഒരു കുറ്റിയുടെ മുകളിൽ വെച്ചിട്ട് എല്ലാത്തിനും തീയിട്ടു, എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. എല്ലാം പുകവലി വസ്തുക്കളെല്ലാം തീയിട്ട് കളഞ്ഞു. ഈ അവസരത്തിൽ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കാശ് കൊടുക്കാനുള്ള വ്യക്തി എൻ്റെ കടയിൽ വന്നു. ഞാനൊരു കാര്യം പറയാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ പൈസ തരാനാണെങ്കിൽ ഒരു 2 മാസത്തേക്കും കൂടി അവധി തരണം, ഇപ്പോൾ എൻ്റെ പൈസയില്ല. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഞാൻ പൈസയ്ക്ക് വന്നതല്ല, ജോർജിനോടൊരു കാര്യം പറയാം, ആൻ്റണിയോടൊരു കാര്യം പറയാൻ വേണ്ടി വന്ന, ജോർജ് നാളെ എന്നെ വിളിക്കുന്നത്, ജോർജിനോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. എന്നാ ചേട്ടാ എന്ന് ചോദിച്ചു. എനിക്ക് തരാനുള്ള 2,47,000 രൂപ എനിക്ക് തരണ്ട. അത് വിട്ടു വിട്ടു അതെ, കംപ്ലീറ്റ് പൈസയും എനിക്ക് തരണ്ട എന്ന് പറഞ്ഞു. എൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി ഞാൻ തന്നതാണ്, എനിക്ക് ആ പൈസ തിരിച്ചു തരണ്ട. ജോർജ് നല്ല രീതിയിൽ കച്ചവടം നടത്തി മുന്നോട്ട് പോകട്ടെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അതിന് പ്രത്യേകം നന്ദി പറയുന്നു. നോക്കിയാൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ തീരുമാനിച്ചപ്പോൾ ദൈവം അനുഗ്രഹിച്ചതുണ്ടോ? എന്താ ദൈവം വചനം അനുസരിക്കാൻ തീരുമാനിച്ചത്? ദൈവത്തിൻ്റെ ബൈബിളിൽ ഇങ്ങനെയാണ് പറയണത്, നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 തൊട്ട് 3 വരെ വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കിക്കേ. നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിൻ്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും കച്ചവട പീടികയിലും നീ അനുഗ്രഹീതനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എവിടെയാണ് പോണത്? സ്കൂളിൽ അനുഗ്രഹീതനായിരിക്കും, വയലിൽ അനുഗ്രഹീതനായിരിക്കും, അടുക്കളയിൽ അനുഗ്രഹീതനായിരിക്കും, കച്ചവടപ്പീടികയിൽ അനുഗ്രഹീതന. നമ്മൾ വചനം ശ്രവിച്ച് ഈ ആദ്യ വില്ലേജൊക്കെ വന്ന് വചനം കൂടുന്നതും കൺവെൻഷനിൽ നിന്ന് വചനം കൂടുന്നതും നിസ്സാര കാര്യമല്ല. വചനം ശ്രവിക്കുകയും വചനം അനുസരിച്ച് പാലിക്കാൻ വേണ്ടി തീരുമാനം എടുക്കുകയും ചെയ്യുമ്പോൾ തൊട്ട് കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ ഒഴുകാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കണ്ടോ ഈ സാക്ഷ്യം? ഒരു കൽപ്പന അനുസരിച്ചപ്പോൾ ദൈവം അനുഗ്രഹങ്ങൾ ഒരു കൂമ്പാരം തന്നെ. കർത്താവ് പറഞ്ഞ വഴിയെ പോയപ്പോൾ ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിച്ചത് കണ്ടോ? ആ കുടുംബത്തിൽ വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങളുടെ പെരുമഴ പെയ്തിറങ്ങി. ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനത്തിൽ 9-ാം അധ്യായം 10-ാം അധ്യായത്തിൽ ലിഖിതം. ദാനിയേൽ പ്രവചനം 9:10. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ഞങ്ങൾ ചെവിക്കൊണ്ടില്ല, അവിടുന്ന് തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ വഴി ഞങ്ങൾക്ക് നൽകിയ നിയമം ഞങ്ങൾ അനുസരിച്ചില്ല. അവിടുത്തെ ദാസന്മാരായ പ്രവാചകന്മാർ നൽകിയ നിയമം ഞങ്ങൾ അനുസരിച്ചില്ല. ഇത് പല നിയമങ്ങളുണ്ടെന്ന് പ്രിയപ്പെട്ട, പല നിയമങ്ങൾ. കർത്താവ് പറഞ്ഞ വഴിക്ക് പോകണം, അതാര് തന്നെ ആയാലും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാണ്ട് 80 വയസ്സോളം പെന്തക്കോസ്ത സഭ വിശ്വാസത്തിൽ ജീവിച്ച് ശുശ്രൂഷകൾ ചെയ്ത് തിരുസഭയ്ക്കെതിരെയും വൈദികർക്കെതിരെയൊക്കെ സംസാരിച്ച്, വിശുദ്ധന്മാർക്കെതിരായി സംസാരിച്ച്, സഭയ്ക്കെതിരെ സംസാരിച്ചുകൊണ്ടിരുന്ന ദൈവപൈതലായിരുന്നു മാൽക്കം മഗ്രിഡ്ജ്. അദ്ദേഹത്തിന് ഒരു ദിവസം വിശുദ്ധയായ മദർ തെരേസയെ കാണാനായിട്ട് ഇടവന്നു. മദർ തെരേസയെ കണ്ടപ്പോൾ മദർ തെരേസയോട് ഇൻ്റർവ്യൂ ആണ് നടത്തുന്നത്. ഒരു ഇൻ്റർവ്യൂ നടത്തുകയാണ്. ഇൻ്റർവ്യൂവിൽ മദർ തെരേസയോട് ഈ മനുഷ്യൻ ചോദിക്കും, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? ആരാണ് നിങ്ങൾക്ക് ഇതിന് പ്രചോദനം നൽകുന്നത്? അപ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടെ വിശുദ്ധയായ മദർ തെരേസ ആ മകനെ നോക്കി ഇങ്ങനെ പറയും, ഞങ്ങൾ അനുദിനം സ്വർഗത്തിൽ നിന്ന് സ്വീകരിക്കുന്ന തിരുവോസ്തിയിൽ നിന്ന്, ഞങ്ങൾ അനുദിനം സ്വർഗത്തിൽ നിന്ന് സ്വീകരിക്കുന്ന തിരുവോസ്തിയിൽ നിന്ന്, ക്രിസ്തുവിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ്റെ കണ്ണു തുറന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കർത്താവിൻ്റെ വഴിക്ക് തിരുസഭയെ ആശ്രയിക്കുകയാണ്. വീണ്ടും തിരുസഭയിലെ വലിയൊരു വിശുദ്ധനാണ് വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ. ആംഗ്ലിക്കൻ സഭയുടെ തലപ്പത്തിരിക്കുന്ന ഒരു പണ്ഡിതൻ, എല്ലാ കഴിവുകളുള്ളവൻ, സ്ഥാനമാനങ്ങളുള്ളവൻ. അദ്ദേഹത്തിൻ്റെ ഇടവകയാണെങ്കിൽ ജനങ്ങളെല്ലാം അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. അദ്ദേഹം ഒരു ദൈവസ്നേഹിയും കൂടിയായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിന് പിന്നെ ഒരു ബോധ്യം കിട്ടുകയാണ്, തിരുസഭയിലൂടെ മാത്രമേ
പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ ചൈതന്യം സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റുന്ന വഴി കത്തോലിക്ക സഭയാണ് എന്ന് കണ്ടപ്പോൾ ആംഗ്ലിക്കൻ സഭയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന സകല ആനുകൂല്യങ്ങളും സകല സ്ഥാനങ്ങളും സകല അധികാരങ്ങളും ഉപേക്ഷിച്ചിട്ട് കത്തോലിക്ക സഭയെ ആശ്രയിച്ചു. എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് കൊടുത്ത ഒരു പ്രേരണ, ഇതാണ് വഴി, ഇതിലേ പോകുക, ഇതാണ് വഴി, ഇതിലേ പോകുക. അദ്ദേഹം അതിനു മുമ്പ് കണ്ടെത്തിയതും പഠിച്ചതും ഗ്രഹിച്ചതും എല്ലാം വട്ടപൂജ്യമാണെന്ന് തിരിച്ചറിയാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒന്ന് അദ്ദേഹത്തിന് അകക്കണ്ണുകൾ തുറന്നപ്പോൾ ദൈവത്തിൻ്റെ സഭയെ, കത്തോലിക്ക സഭയെ ആശ്ലേഷിച്ചതുപോലെ ഇതുപോലെ ഓരോ ദൈവവൈദ്യലും ദൈവം പറയുന്ന വഴിയെ യാത്ര ചെയ്യുക. ഉപേക്ഷിക്കാൻ പറഞ്ഞ തിന്മകൾ ഉപേക്ഷിക്കുക, പാപത്തിൻ്റെ ബന്ധനങ്ങൾ ഉപേക്ഷിക്കുക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സകല പീഡകളും സകല ബന്ധനങ്ങളും സകല രോഗങ്ങളും കർത്താവ് തന്നെ ഏറ്റെടുത്ത് മാറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് ചെയ്യരുതെന്ന് പലതും പറയും. ലൂക്കായുടെ സുവിശേഷത്തിൽ 17-ാം അധ്യായം 23-ാമത്തെ ലിഖിതം, അതാവിടെ ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് പറയും. നിങ്ങൾ പോകരുത്, അവരെ നിങ്ങൾ അനുഗമിക്കരുത്. കർത്താവിൻ്റെ വഴിക്ക് നമുക്ക് പോകാം. ഈശോ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എല്ലാ കൃപയും നിറയട്ടെ. തുടർന്ന് നമുക്ക് ആരാധനയിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവ് പറയുന്ന വഴിയിലൂടെ മാത്രം യാത്ര ചെയ്യാൻ, വേണ്ട എന്ന് വെക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ തന്നെ വേണ്ടെന്ന് വെക്കാനും, ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉപേക്ഷിക്കാനും വേണ്ട കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് പലരുടെയും ജീവിതത്തിൽ തകർച്ചയ്ക്കും പല കുടുംബങ്ങളുടെ പരാജയത്തിന് കാരണം ദൈവം പറയുന്ന വഴിയെ യാത്ര ചെയ്യാത്തതാണ്. കർത്താവെ, ബലഹീനതകളും കുറവുകളുള്ളവരാണ് മനുഷ്യൻ. ആ കുറവുകൾ തിരിച്ചറിഞ്ഞ് അത് കർത്താവിനോട് പ്രാർത്ഥിച്ച് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനാണ് നാം ചെയ്യേണ്ടത്. അതിൽ നിന്ന് വിടുതൽ നമ്മൾ പ്രാപിക്കണം. കർത്താവെ, ഒപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ആവശ്യങ്ങളും അതുപോലെ ഞങ്ങൾ ഇന്ന് ഈ അഭിഷേകാഗ്നിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളും ഇപ്പോൾ സമർപ്പിക്കുകയാണ്. വഴികൾ തുറക്കപ്പെടട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, പൈശാചിക ബന്ധനങ്ങളും പീഡകളും വിട്ടുമാറട്ടെ. അങ്ങനെ ദൈവജനത്തിന് ദൈവത്തെ ആരാധിച്ച് കർത്താവിൻ്റെ ഇഷ്ടത്തെ ജീവിക്കാനുള്ള കൃപ നൽകണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി സ്വരമുയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി ഉച്ചത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ചെങ്കടൽ പിന്നിട്ടതാ മുന്നിലെ ജോർദാൻ കടന്നിടുമേ. വിളിച്ചപേക്ഷിക്കുക. ചെങ്കടൽ പിന്നിട്ടതാ മുന്നിലെ ജോർദാൻ കടന്നിടുമേ. വഴികൾ തുറക്കപ്പെടട്ടെ. കടലിനുമീതെ നടന്നവൻ നമ്മെ മറുകര കാട്ടിത്തരും. പ്രാർത്ഥിക്കുന്നു. പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയേ. പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ. തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ, പതറാതെ മുന്നേറുക.